ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് എഫ്ഐആറിൽ പ്രതിപട്ടികയിൽ പേരുകൾ റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ് തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ വിശദമായിട്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആയത് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് അതിൽ കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നിലവിൽ ഇതിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പോലെയുള്ള വകുപ്പുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. നിതിൻ രാജ് കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷയം ഇന്ന് എത്തി നിൽക്കുന്നത് വേറെ ഏതൊക്കെയോ തലത്തിലാണ്. 1 ലോൺ ആപ്പ്, 2 തേൻകണി. പോലീസ് ആണെങ്കിലും നിതിന്റെ വീട്ടുകാരാണെങ്കിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലോൺ ആപ്പിൽ നിന്ന് നിതിൻ ലോൺ എടുത്തിട്ടുണ്ട്. ചേച്ചി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയാണ് നിതിൻ ലോൺ എടുത്തത് എന്നുള്ള കാര്യമാണ്. 26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റിയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മറ്റു കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ മധ്യയാണ് വിലയിരുത്താൻ കഴിയുന്നത്. ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തതിന്റെ പേരിൽ ഒരുപാട് പേര് ഇതുപോലെ ജീവൻ എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അത്തരത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇവർ ടോർച്ചർ ചെയ്യുക. മോർഫ് ചെയ്ത ഫോട്ടോ പലർക്കും അയച്ചു കൊടുക്കുക, നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ നമ്പർ എടുത്തിട്ട് അവരെ വിളിക്കുക, അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുക. മാക്സിമം എങ്ങനെയൊക്കെ ഒരാളെ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അപമാനിച്ചിട്ടാണ് ഇവന്മാര് പൈസ തിരിച്ചടപ്പിക്കുന്നത്. നിതിന്റെ അമ്മയുടെ പേര് ലത എന്നാണ്. ഇതേ പേര് തന്നെയാണ് നിതിന്റെ കോളേജിലുള്ള ഒരു ടീച്ചർക്കും ഉള്ളത്. നിതിന് ഈ ടീച്ചറുമായിട്ട് നല്ല റിലേഷനിലും കമ്പനിയിലൊക്കെ ആയിരുന്നു. ഈ അമ്മയെ വിളിച്ചിട്ട് കിട്ടാതിരിക്കുമ്പം ഇതില് ഈ ഫോണിന്റെ ഫുൾ ആക്സസ് ഈ ലോൺ ആപ്പുകാരുടെ കൈ കിട്ടിക്കാണും നിതിന്റെ. അവരെ നോക്കിയപ്പോ പിന്നീടുള്ള ലത ഈ മിസ്സാണ്. സോ അമ്മയാണെന്ന് കരുതിയിട്ട് ഇവരെ വിളിച്ചതാണോ അല്ല ഇവൻ ലോൺ എടുക്കുന്ന സമയത്ത് മനഃപൂർവ്വം ഈ മിസ്സിന്റെ നമ്പർ കൊടുത്തതാണോ എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും ക്ലാരിറ്റി വന്നിട്ടില്ല. ഈ അമ്മ ഹോസ്പിറ്റലായിരുന്ന 3-4 ദിവസം ഈ അമ്മയുടെ ഫോണ് ഓൺ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഓൺ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇവർ തപ്പിയപ്പോൾ ഇവർക്ക് കിട്ടിയ രണ്ടാമത്തെ ഒരു ലതയാണ് ഈ മിസ്. സോ ഇവര് ഈ മിസ്സിനെ വിളിച്ചിട്ടാണ് ത്രട്ടൻ ചെയ്തുകൊണ്ടിരുന്നത് പൈസ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ട്. ഇല്ല. അത് അമ്മ അതായത് ഞങ്ങൾക്ക് അറിയാന്നുള്ള ലോണ് തന്നെയാണ്. അമ്മ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ആപ്പ് ലോൺ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ടൈം ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു അടയ്ക്കാന്നുള്ളത്. പിന്നെ ഇതില് ലത എന്ന് പറയുന്ന ഒരു മാം ഉണ്ട്. അത് അമ്മ എന്നുള്ള അതായത് അവര് RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ല. ഇൻസ്റ്റന്റ് ഫണ്ട് എന്ന ആപ്പിന്റെ പേര് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലാത്തത് കൊണ്ട് നമുക്ക് അതായത് പാൻ കാർഡിൽ കിടക്കുന്ന നിതിൻ ലത രാജൻ എന്നുള്ള നമ്പർ, അതായത് അമ്മയ്ക്ക് ആ 2-3 ദിവസം ഇൻകമിങ് കോള് കട്ടായി കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങളത് വിളിക്കുന്നുണ്ട്, ഞങ്ങളത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒരു നമ്പറിൽ നിന്നല്ല അത് കോള് വരുന്നത്, 100ഓളം നമ്പറിൽ നിന്നാണ് അത് കോള് വരുന്നത്. അപ്പോൾ അവന്റെ മദർ ലത എന്നുള്ള രീതിക്കായിരിക്കും അവർക്ക് അറിയത്തില്ലല്ലോ, അവര് ഹിന്ദിക്കാരാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അയച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അതിന് സമയം ചോദിച്ചു. നമ്മൾ ഇന്ന് തന്നെ അത് പേയ്മെന്റ് ചെയ്യാം, നാളെ തന്നെ. അതിന് പേയ്മെന്റ് ഞാൻ അയച്ചു കൊടുത്തതുമാണ്. പേയ്മെന്റ് അയച്ചു കൊടുത്തപ്പോഴത്തേക്കാണ് ഡെന്റൽ കിറ്റില്ല, എക്സാം പ്രാക്ടിക്കൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇവന് ഇങ്ങനെ ഡെന്റൽ കിറ്റ് വാങ്ങാനായിട്ട് കൊടുത്തിരുന്ന ക്യാഷ് ആയിരുന്നു അമ്മയ്ക്ക് ഹോസ്പിറ്റൽ ചെലവിനെല്ലാം പോയത്. പിന്നെ ലോൺ എല്ലാം എടുത്തിട്ടാണ്, നമുക്ക് വലിയ സാമ്പത്തികമുള്ള ഫാമിലി ഒന്നും അല്ല, വലിയ തുകയായിരുന്നു. അങ്ങനെ എന്തേലും അല്ലല്ല 14,000 എടുത്തിട്ടുള്ളത്. 14,000 രൂപയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിന്റെ അത് ഫണ്ട് എത്ര വന്നിട്ടുള്ളതെന്ന് പോലും എന്റെ എല്ലാ റെക്കോർഡാണ്, എന്റെ എല്ലാ സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് അയച്ചു തരും. ഇതിന്റെ പേരിലാണ് ഇവനെ സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ചു വരുത്തുന്നത്. സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി സംസാരിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഇവൻ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ലതാ മാം എന്ന് പറയുന്നവര് ഇവൻ ഇവിടുന്ന് ട്രെയിൻ കയറിയോ തിരിച്ചു വന്നോ, മീൻസ് വീട്ടിലുണ്ടായിരുന്ന അവനെ വിളിച്ചു വരുത്തിയതാണ്.
ഇതേ ഒരു കാര്യം നമ്മുടെ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അവിടെ അവരുടെ സീനിയേഴ്സ് ആണ് സിദ്ധാർത്ഥിനെ എവിടെയാണ് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചു വരുത്തിയതെങ്കിൽ ഇവിടെ ഒരു മിസ്സാണ് ഈ പയ്യനെ വിളിച്ചു വരുത്തിയത്. കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ, അവൻ അത്യാവശ്യം പ്രായമുണ്ട്, പോകുന്ന പോലെ തിരിച്ചു വരാനും അവനറിയാം. ഒന്നിക്ക് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും ഈ ടീച്ചർ വിളിച്ചത്. അതായത് എനിക്ക് കോൾ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഇവർ എന്തുകൊണ്ട് ഇവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പേടിച്ചിട്ടായിരിക്കാം വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഇതിന്റെ പേരിൽ സംസാരിക്കാൻ വിളിച്ചിട്ട് കൊല വിളിച്ച് കാണും. കാരണം ഇന്ന് കുറെ കുട്ടികൾ പ്രതികരിച്ചിട്ടുണ്ട്. അവര് പറയുന്നതൊക്കെ വെച്ച് കേട്ടിട്ടാണെങ്കിൽ ആ ചെറുക്കനെ അവിടെ ഇട്ട് നല്ല രീതിയിൽ ടോർച്ചർ ചെയ്ത് കാണും. ഈ റാം എന്ന് പറയുന്ന ഒരു പരനാറിയാന്ന് അവിടെയുള്ള എല്ലാ പിള്ളേരും പറയുന്നുണ്ട്. ഈ റാം എന്ന് പറയുന്ന പരനാറിയായിട്ട് ഓൾറെഡി നിതിനൊരു വഴക്കുണ്ട്. കാരണം എല്ലാ കുട്ടികളും പേടിച്ച് നിൽക്കുമ്പോൾ നിതിനാണ് ധൈര്യത്തോടെ ഇയാൾക്കെതിരെ സംസാരിച്ചു തുടങ്ങിയതും ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തതും. അതിന്റെ പിറകെ നിതിന്റെ പേരിൽ ചക്രക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ചെന്നിട്ടുണ്ടായിരുന്നു. പരാതിയുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻകണി പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയും പേരും ഡീറ്റെയിലും വച്ചിട്ട് ഇവൻ ഏതോ ആൾക്കാരോ ആയിട്ട് ചാറ്റ് ചെയ്തെന്നും അവരുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ അടുത്ത് എങ്ങാണ്ട് തട്ടിയെടുത്തെന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തിൽ ലഭിച്ച ഒരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ പരാതി പ്രഥമ ദൃഷ്ട്യ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷെ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും പക്ഷെ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിന്റെ രേഖകൾ ഈ പോലീസ് സ്റ്റേഷനിൽ ലഭ്യമായിട്ടുള്ള കാര്യം. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിന്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് കോളേജിന്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകൾ ഉണ്ട് എന്നും പോലീസ് മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ രേഖകൾ നമ്മൾ ഈ കേസിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവൻ ഈ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ കോളേജ് മൊത്തം അറിയാനുള്ള ഒരു കാരണം ഈ ഹണി ട്രാപ്പിന്റെ കാരണമായിരുന്നു. കാരണം ഈ ആൾക്കാർ വന്നിട്ട് കോളേജിൽ വന്ന പ്രശ്നം ഉണ്ടാക്കുകയും അത് ആൾക്കാർ അറിയുകയും അങ്ങനെയാണ് ഇവനെ കോളേജ് മൊത്തം അറിയുന്നത്. കോളേജുകാർ പിന്നെ പറയുന്ന ഹണി ട്രാപ്പ്, എന്തോന്ന് ഹണി ട്രാപ്പ്? ഇവന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഞാൻ, എന്റെ ചേച്ചി അച്ഛൻ, പിന്നെ എന്റെ ഹസ്ബൻഡ്, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോൻ കുഞ്ഞമ്മ, ഇവരൊക്കെയാണ് അവന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ഫുള്ളും, അതായത് ഏത് അക്കൗണ്ട് എടുത്ത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഫുൾ ചെക്ക് ചെയ്തിരുന്നാലും അതേ കിട്ടത്തുള്ളൂ. പിന്നെ ഹണി ട്രാപ്പ്, ഈ ആവശ്യമില്ലാത്ത കഥകൾ എന്തിനാണ് ഈ കോളേജുകാർ ഇറക്കുന്നത്? അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെ ജയിച്ചാലല്ലേ ഇനി അടുത്ത കുട്ടിക്ക് ഇത് അടുത്ത കുട്ടീനെ അടുത്ത വർഷം കൊല്ലാൻ പറ്റുള്ളൂ? ഇങ്ങനെ ഓരോ കഥകൾ അവരുണ്ടാക്കി, ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി അടുത്ത വർഷം ഒരു കുട്ടിക്ക് ഇതുപോലെ വരാം. ഈ വർഷം തന്നെ ഒരു കുട്ടിക്കാണ് ഉണ്ടാവാമല്ലോ. ഇങ്ങനെ ഓരോ കഥകൾ അവർ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടല്ലേ ഓരോ കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനും അവർ സൂയിസൈഡ്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പാരന്റിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണ്ടേ? പിന്നെ ഈ ടൈം വരെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആശ്വാസ വാക്ക് പോലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അല്പം മുമ്പ് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞിരുന്നു, അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞതാണ്, പട്ടാമ്പിയിലെ മറ്റൊരു കേസ് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ആ പരാതിയെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ കോളേജിലാണ് എത്തിയത്. അപ്പോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എഴുതി നൽകിയതിന്റെ രേഖയടക്കം അവർക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായി നിങ്ങളോട് ഇതുവരെയും കോളേജ് അധികൃതർ അറിയിച്ചിട്ടില്ല? സാർ ഒരിക്കലും ഹണി ട്രാപ്പ്, സാർ അങ്ങനെ ഹണി ട്രാപ്പ് എന്നുള്ള ഒരു കാര്യമേ നടന്നിട്ടില്ല. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പൈസ തട്ടിക്കുന്ന, ഈ വീട്ടിലിരിക്കുന്ന ഈ പയ്യൻ എന്തിനാണ് മറ്റുള്ളവരുടെ പൈസ? കോളേജിൽ പോകാനാണെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കുന്നില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ അവർ ഇത്ര വർഷം നോക്കിയത്, മറ്റുള്ളവരുടെ പൈസ എന്തിനാ? നേരത്തെ പോലീസ് ഓഫീസർ പറയുന്നുണ്ടായിരുന്നു ഈ കേസുമായിട്ട്, അതായത് ഇപ്പൊ ഈ ഹണി ട്രാപ്പിന്റെ ഇഷ്യൂ ആയിട്ട് ആയിരിക്കത്തില്ല എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ റാം എന്ന് പറയുന്ന പരനാറികളെ പോലെയുള്ള ആൾക്കാരാണ് ഇവനെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി അവിടെ എടുത്ത് സംസാരിച്ചതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കേസ്, ഇപ്പോഴത്തെ വന്ന ലോൺ ആപ്പിന്റെ കേസ്, ഇതൊക്കെ പറഞ്ഞ് ആ ചെറുക്കനെ മാക്സിമം ടോർച്ചർ ചെയ്ത് കൊല ചെയ്തിട്ടുണ്ടാവും. റാമിന്റെ സ്വഭാവം വെച്ചിട്ട് അവിടുത്തെ പിള്ളേർ പറഞ്ഞത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും. കാരണം ഇയാള് തന്നെ അവിടെ ഇരിക്കുന്ന പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി ചത്തോ, വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ നിന്ന് ചാടി ചത്തോ, എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് ഈ റാം പറഞ്ഞിട്ടുണ്ട്.
ഈ പയ്യൻ മരിച്ചെന്ന് പറയുമ്പോൾ പോലും സ്റ്റാഫ് റൂമിൽ ഇരുന്ന് പൊട്ടിച്ചിരിച്ച ഈ മഹാൻ ഉറപ്പായിട്ടും ആ ചെറുക്കനെ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും. എത്രയും നാളും കാസ്റ്റിന്റെയും നിറത്തിന്റെയും ഇതിന്റെ ഒക്കെ പേരിലാണ് ഇവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ ഒരു കാര്യം കൂടെ വന്നപ്പം ഒബ്വിയസ്ലി അവർ നന്നായിട്ട് ചെയ്തു കാണും. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ ഈ ലത എന്ന് പറയുന്ന മിസ്സിന്റെ ഫോണിലോട്ട് ഈ ലോൺ ആപ്പുകാർ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് വേണമെങ്കിൽ അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കാണും. കാരണം ഈ ലോൺ ആപ്പ് കാരണം ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? ഇവരുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ഇനി അഥവാ ഈ മിസ്സിന്റെ ഫോട്ടോ എങ്ങാനും ഇവരെടുത്തിട്ട് മോർഫ് ചെയ്ത് ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് മിസ്സിന് അതൊരു പ്രശ്നമാവോ എന്ന് കൂടെ വേണമെങ്കിൽ അവൻ ആലോചിച്ച് കാണും. എന്ന് കരുതിയിട്ട് ഈ റാം എന്ന് പറയുന്നത് പരിശുദ്ധനാണെന്നോ അല്ലെങ്കിൽ നല്ലവനാണെന്നോ ഒന്നും അല്ല പറയുന്നത്. അതൊരു പരനാറി തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. കയ്യിൽ എങ്ങോനും കിട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞാൽ പൊട്ടിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അമ്മാതിരി ഒരു ചെറ്റയാണ് ഈ നാറി. അവന്റെ ജീവിതം നശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നശിപ്പിക്കും എന്ന രീതിയിൽ ഇവർ വല്ലതും സംസാരിച്ച് കാണുമായിരിക്കണം, പ്രത്യേകിച്ച് ഇയാള്. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതും ചെയ്തതും. കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള 90% കാര്യങ്ങളും സത്യമാണ്. കാരണം പുള്ളി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചാപ്റ്ററിന്റെ പേര് ഇപ്പൊ ഫിക്സേഷൻ ആണ്, ഫിക്സേഷൻ. പിന്നെ ആളുടെ ഭാര്യയുടെ കാര്യവും മോദിയുടെ കാര്യവും വേറെ എന്തൊക്കെയോ കാര്യവും ഇങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്, കാസ്റ്റ് റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്. നീ ക്രിസ്ത്യൻ ആണോ? ആരൊക്കെ ക്രിസ്ത്യൻ ഉണ്ട് കൈപ്പൊക്ക്. പക്ഷെ കാസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ കളർ പറഞ്ഞിട്ടുണ്ട്, സ്കിന്നി, ബ്ലാക്ക്, വൈറ്റ്, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഈ പേരുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് ആയിട്ട് അക്കാഡമിക് ഡീനിന്റെ മുന്നിൽ. നടപടി അവർ ഫയൽ പോലും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന് പറഞ്ഞത് കംപ്ലൈന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ പുള്ളിക്ക് ഒരു സസ്പെൻഷൻ കിട്ടി. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അധികം വൈകാതെ ഈ നാറി ഇനിയും അവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ തീരുമാനമാവും. കാരണം ഈ നാറിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ മൊത്തം ഈ നാറി എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. ഇയാളുടെ മോളെങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുപോലെയുള്ള നാറികളൊക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെ ഒരാൾ ജീവിക്കും? വെറുതെ അല്ല ആ പെങ്കൊച്ച് ഇറങ്ങിപ്പോയത്. നന്നായിപ്പോയി, അത്രേ പറയാനുള്ളൂ. ശരിയെന്നാ.